ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ബി.ജെ.പി. നേതാവ് സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. കേരളത്തിലെ അധമ സർക്കാരിന് മേൽ ഇടിത്തീ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങൾ കേട്ടാൽ പെറ്റതള്ള സഹിക്കില്ലെന്നും സുരേഷ് ഗോപി. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല, വന്നിരിക്കും. കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സജോ. എന്തൊക്കെയാണ് സുരേന്ദ്രന്റെ പദയാത്രയിൽ സുരേഷ് ഗോപി പറഞ്ഞത്? വേണു, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കവെയാണ് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കിയത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കും. ഏകീകൃത സിവിൽ കോഡ് ചിലരെ അടിച്ചൊതുക്കാനാണ് എന്ന മട്ടിലുള്ള ചില തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ആ വിഭാഗങ്ങൾക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. തുല്യതയുടെ ഭാഗമാണ് ഏകീകൃത സിവിൽ കോഡ്. അത് ഉറപ്പായും നടപ്പാകും. അത് ഏതെങ്കിലും അതിനെ പലരും എതിർക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കേരളയിൽ വരും എന്ന മട്ടിൽ പലപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെയല്ല, അത് ഉറപ്പായും നടപ്പാക്കും. അതിനുള്ള ഇച്ഛാശക്തി കേന്ദ്ര സർക്കാരിനുണ്ട്. അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി നടപ്പാക്കും. അതായത് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കേന്ദ്ര ബി.ജെ.പിയുടെ നിലപാട് തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് അത് സുരേഷ് ഗോപി കൂടി പറയുമ്പോൾ അദ്ദേഹം അതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് പല വിഷയങ്ങളും അദ്ദേഹം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, മോദി ഗ്യാരണ്ടി, ഇതിനെപ്പറ്റിയൊക്കെ പരാമർശിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യമാണ്. ഒപ്പം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ശ്രദ്ധേയമാണ്, പരിഹാസ രൂപത്തിലൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ സർക്കാർ അധമ സർക്കാരാണ്, അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു ഭരണമാണ് ഇപ്പോഴുള്ളത്, ഈ സർക്കാരിന്റെ മേൽ ഇടുത്തി വീഴട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു എന്ന പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും കൂടുതൽ അദ്ദേഹം ഊന്നാൻ ശ്രമിച്ചത് ഏകീകൃത സിവിൽ കോഡാണ്. അത് രാജ്യത്ത് തുല്യത നടപ്പാക്കുന്ന ഒന്നാണ്. അത് ഉറപ്പായും നടപ്പാകും. ആര് വിചാരിച്ചാലും അത് നടപ്പാകാതിരിക്കില്ല. അതിന് ഇനി അധികം കാലതാമസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രസംഗത്തിൽ. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിച്ച പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച ശേഷമായിരുന്നു നടപടികൾ ബഹിഷ്കരിച്ചത്. വസ്തുതകളല്ല പ്രതിപക്ഷം പറയുന്നത് എന്ന് കുറ്റപ്പെടുത്തിയ ധനമന്ത്രി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു. നവകേരള സദസ്സ് നടത്തി ആർഭാടം നടത്തുന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം വരുന്നുണ്ടെന്നാണ്. സാർ ഇത്രയും വിവാദം ഉണ്ടാക്കിയ പത്രം, സാർ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അതാകണം സാർ. ഇത് 50 ലക്ഷം പേര് ബാധിക്കുന്ന വിഷയമാണ്. 50 ലക്ഷം പേര്. സാർ ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ കൊടുത്തേ മതിയാവൂ. ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, ഈ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക അതെത്ര ശക്തമായ വാഗ്വാദങ്ങൾക്കാണ് നിയമസഭയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ?
വേണു, നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോരിനാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം സഭയിൽ നിന്നും കൊണ്ടുവന്ന അടിയന്തര പ്രമേയമാണ്. അവതരണാനുമതി നിഷേധിച്ചെങ്കിൽ പോലും ഈ വിഷയത്തിൽ, അതായത് ക്ഷേമ പെൻഷൻ 5 മാസമായി മുടങ്ങിക്കിടക്കുന്നു, അതിനെ ചൊല്ലി ഒരാൾ ആത്മഹത്യ ചെയ്തു, ജോസഫ് എന്നൊരാൾ ആത്മഹത്യ ചെയ്തു എന്നതിനെ മുൻനിർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. അത് രൂക്ഷമായ ഭരണപക്ഷ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്, ക്ഷേമ പെൻഷൻ ഒരു ഘട്ടത്തിലും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അത് മുടങ്ങിയത് കേന്ദ്രത്തിന്റെ ചില തെറ്റായ ഇടപെടലുകൾ കൊണ്ടാണ്. പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരായ സമരത്തിന് ഒന്നിക്കേണ്ടതാണ് എന്നുള്ളതായിരുന്നു ധനമന്ത്രി നടത്തിയ ഒരു പരാമർശം. മാത്രമല്ല സഭയിൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി തങ്ങൾ കേന്ദ്രത്തിനെതിരെ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ നിലവിൽ ജോസഫ് ആത്മഹത്യ ചെയ്തത് അത് ക്ഷേമ പെൻഷൻ കൊണ്ടാണ് എന്നുള്ളത് തെറ്റിദ്ധാരണ പടർത്തുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ ആത്മഹത്യയെ ആ നിലയിൽ ചിത്രീകരിക്കരുത് എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷം മാത്രം ക്ഷേമ പെൻഷനും ഒപ്പം തന്നെ തൊഴിലുറപ്പ് കൂലിയുമായി 52,000-ലധികം രൂപ സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മഹത്യാക്കുറിപ്പിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് കൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള കുറിപ്പിന്റെ ആധികാരികത പോലും പരിശോധിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നവംബർ ഡിസംബർ മാസത്തിലും ക്ഷേമ പെൻഷൻ ജോസഫ് കൈപ്പറ്റിയതാണ് എന്ന് ഒരു വാദവും ഉന്നയിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ചും ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന PC വിഷ്ണുനാഥും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. രണ്ടുപേരും മുൻ സർക്കാരുകളുടെ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞു. ഈ മുൻ സർക്കാരുകളുടെ ഇടപെടലുകളെ കുറിച്ച് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു. അത് ഈ ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് തന്നെ ഇടതു സർക്കാരാണ്. അതിന് പിന്നീട് കാലങ്ങളായി മാറി വന്ന ഇടതു സർക്കാരുകൾ മാത്രമാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത്. UDF-ന്റെ കാലത്തൊക്കെയും കുടിശ്ശികയായിരുന്നു. AK ആന്റണി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 2.5 വർഷമാണ് കുടിശ്ശിക എന്നുള്ളതായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ ആരോപണം. അതേസമയം അതിന് മറുപടിയായി PC വിഷ്ണുനാഥ് ആദ്യം പറഞ്ഞത്, നേരത്തെ തന്നെ 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ട് എന്നുള്ള ഒരു ഗീബൽസിയൻ നുണ പലതവണയായി ആവർത്തിക്കുകയായിരുന്നു ഇടതുപക്ഷ നേതാക്കൾ ചെയ്തിരുന്നത്. എന്നാൽ അത്തരത്തിൽ അല്ല എന്നുള്ളത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. അത് സംബന്ധിച്ച രേഖ നിയമസഭയ്ക്ക് മുൻപിൽ വെക്കാൻ തങ്ങൾ തയ്യാറാണ്, LDF തയ്യാറാണ്, പക്ഷേ അത് UDF തയ്യാറാണ്. അതിന് സർക്കാർ തയ്യാറാകുമോ എന്നുള്ളൊരു വെല്ലുവിളി കൂടി നടത്തി. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, AK ആന്റണി സർക്കാരിന്റെ കാലത്തും ഈ നിലയിലുള്ള കുടിശ്ശിക വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചു. മാത്രമല്ല ഈ ക്ഷേമ പെൻഷന്റെ തുകയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും പരസ്പരം വാഗ്വാദമായി വന്നു. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 600 രൂപ മാത്രമായിരുന്നു ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത്. അത് 1800 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത് ഇടത് സർക്കാരാണ്, LDF സർക്കാരാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അന്ന് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷനെങ്കിൽ സാധനങ്ങളുടെ വിലയും ആ നിലയിലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 28 രൂപയുണ്ടായിരുന്ന അരിക്ക് ഇന്ന് 60 രൂപയാണ് വില എന്ന് പറഞ്ഞു. മാത്രമല്ല വലിയ തൊട്ടാൽ പൊള്ളുന്ന വിലക്കയറ്റമാണ്. മാത്രമല്ല ഈ 26,000 രൂപയോ മറ്റോ ആണ് ജോസഫിന് നൽകിയത് എന്നാണ് ധനമന്ത്രി പറയുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തെ ഓട്ടോ കൂലി കൊടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ആ നിലയിൽ ക്ഷേമ പെൻഷനുമായുള്ള വാഗ്വാദങ്ങളും മറുവാദങ്ങളും ഒക്കെയും കൊടുമ്പിരി കൊണ്ടുള്ളതിനിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ ഇനി തുടർന്ന് അങ്ങോട്ട് ഈ പണം വർദ്ധിപ്പിക്കും, ഈ തുക വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു വാദം കൂടി മുന്നോട്ട് വെച്ച് അത് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. 1,200 എന്നുള്ള തുക വർദ്ധിപ്പിക്കും, ഒപ്പം തന്നെ അത് കൃത്യമായി നൽകുകയും ചെയ്യും. അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളൊരു അവകാശവാദവും ഉന്നയിച്ചു. മറ്റ് പല വിഷയങ്ങൾ കൂടി നിയമസഭയിൽ ഇന്ന് ചർച്ചയായി. പ്രത്യേകിച്ചും കേരളീയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അത് ധൂർത്തെന്ന ആരോപണം പ്രതിപക്ഷം സഭയിൽ ആവർത്തിച്ചു. അതേസമയം ധൂർത്തല്ല, അത് കേരളത്തിന്റെ സ്ഥിര നിക്ഷേപമാണ്. സർക്കാരിന്റെ ബുദ്ധി, അത് പ്രതിപക്ഷത്തിന്റെ ബുദ്ധിയല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്നത്തെ സഭയിൽ ഉണ്ടായി. വേണു, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ കാര്യോപദേശക സമിതിയിൽ രൂക്ഷമായ വാക്പോരുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ബജറ്റ് തീയതി മാറ്റണം എന്ന പ്രതിപക്ഷ ആവശ്യത്തിലാണ് ഇരുവരും കൊമ്പുകോർത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷ സമരം തുടങ്ങിയ കാരണങ്ങളാൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ് അവതരണം. ഇത് ഫെബ്രുവരി 2-ലേക്ക് മാറ്റണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. ഫെബ്രുവരി 9 മുതൽ KPCCയുടെ ജാഥ ആരംഭിക്കും. ഈ പശ്ചാത്തലത്തിൽ സർക്കാർ സഹകരിക്കണമെന്നായിരുന്നു കാര്യോപദേശക സമിതിയിലെ പ്രതിപക്ഷ ആവശ്യം. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ടെന്നും മുഖ്യമന്ത്രിയുടെ താക്കീത്. ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് കടുപ്പിച്ചു. ശേഷം പ്രതിപക്ഷം കാര്യോപദേശക സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റ് അവതരണ ദിവസം മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചില്ലെങ്കിലും നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 15-ന് സമ്മേളനം അവസാനിക്കും. നേരത്തെ മാർച്ച് 27 വരെ സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്.
ഫെബ്രുവരി 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ബജറ്റ് ചർച്ച നടക്കും. 15-ന് വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷ ആവശ്യം തുടങ്ങിയവ പരിഗണിച്ചാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് മുഖ്യമന്ത്രി. നവകേരള സദസ്സിനിടെയുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് മർദ്ദനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കേസിൽ നോട്ടീസ് ലഭിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരായില്ല. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, നിയമസഭയിൽ രേഖാമൂലം മുഖ്യമന്ത്രി ഈ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നൽകിയ ന്യായീകരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം ഇന്ന് ആലപ്പുഴയിൽ ഹാജരാകേണ്ടതായിരുന്നു. അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവർ നിരത്തുന്ന ന്യായം എന്താണ്? വേണു, നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് വലിയ തരത്തിൽ അതിക്രമങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ MLA മാർ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ അത്തരത്തിലൊരു ആക്രമങ്ങൾ നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നടപടിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടി കൂടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത്. കാരണം ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെ ഒരു അതിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ചില യുവജന സംഘടനകൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വലിയ തരത്തിൽ പ്രതിഷേധിക്കാനും അതിനെതിരായിട്ടുള്ള അതിക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നുവെന്നും മുഖ്യമന്ത്രി കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഉമാ തോമസും K ബാബു MLA-യുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇതിൽ മുഖ്യമന്ത്രി പറയുന്ന മറുപടി, നവകേരള സൃഷ്ടിക്കായുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് അത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചത്. പക്ഷേ ചില യുവജന സംഘടനകൾ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തടസ്സപ്പെടുത്തുകയും ഒപ്പം വാഹനത്തിന് നേരെ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും ഈ മറുപടിയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ജനാധിപത്യപരമായി സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾക്ക് നേരെ ഒരു പോലീസ് നടപടിയും ഉണ്ടായിട്ടില്ല. ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി ന്യായീകരണമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ അതിക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലീസ് നടപടി സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് അക്കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ഇത്തരത്തിൽ ഉണ്ടായ സംഭവങ്ങളെ KSU ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. മറ്റൊന്ന് വേണു നേരത്തെ സൂചിപ്പിച്ചതാണ്, ആലപ്പുഴയിലെ അക്രമ സംഭവങ്ങളിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയോടൊപ്പം ഉള്ളതിനാൽ ഹാജരാകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റ് തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും. ഇനി വീണ്ടും നോട്ടീസ് അയക്കുമോ എന്ന കാര്യത്തിൽ പോലീസിന്റെ തന്നെ തീരുമാനങ്ങൾ വരാനുണ്ട്. എന്തായാലും ഈ അക്രമ സംഭവങ്ങളെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനിയൊരു ഇടവേള. ബീഹാറിൽ തുടരുന്ന രാഷ്ട്രീയ നാടകം. ബീഹാറിലെ ബജറ്റ് സമ്മേളനം നീട്ടിവെക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മന്ത്രിസഭാ വികസനം ഉടൻ ഉണ്ടാകും. അതിനിടെ RJD സ്പീക്കർക്കെതിരെ NDA അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നിതീഷ് വിരുദ്ധരെ കൂടെ നിർത്താൻ RJDയും കോൺഗ്രസും നീക്കങ്ങൾ ആരംഭിച്ചു. ബീഹാറിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്നും ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി 24-നോട് പറഞ്ഞു. बिहार के विकास को आगे बढ़ाना। चलिए, और कैसे है? ठीक है, हट जाओ दोस्त, चलो चलो, एकदम 40 की 40 सीट जीतूंगा. ബൽറാം നെടുങ്ങാടി പറ്റ്നയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം, ബജറ്റ് സമ്മേളനം നീട്ടിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? മന്ത്രിസഭാ വികസനം ഒരു വശത്ത് ആലോചന, മറുവശത്ത് സ്പീക്കർക്കെതിരെയുള്ള ഭരണപക്ഷത്തിന്റെ നീക്കം. എന്തൊക്കെ തുടർ നീക്കങ്ങളാണ് ഭരണ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്?
വേണു, പ്രധാനമായും മന്ത്രിസഭ ഇപ്പോൾ പൂർണ്ണമല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ബജറ്റ് സമ്മേളനം നേരത്തെ മഹാസഖ്യ സർക്കാരാണ് ഫെബ്രുവരി 5-ന് ബജറ്റ് സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരുന്നത്. അത് നീട്ടിവെക്കാൻ ഒരു കാരണമായിരിക്കുന്നത് ഇപ്പോൾ നിതീഷ് കുമാർ അടക്കം 9 അംഗങ്ങൾ മാത്രമാണ് മന്ത്രിസഭയിലുള്ളത്. 35 ബീഹാർ മന്ത്രിസഭയുടെ അംഗസംഖ്യ എന്നുള്ളത്. മറ്റ് വിഭാഗങ്ങളെ, പ്രധാനമായും OBC വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടൊരു മന്ത്രിസഭാ വികസനം ഒരാഴ്ചക്കിടെ തന്നെ ഉണ്ടാകും എന്നാണ് NDA കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അത് പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ സമ്മേളനം വിളിക്കാനാണ് ആലോചന. സമ്മേളനം വിളിച്ചാൽ ആദ്യഘട്ടത്തിൽ നടക്കുന്നത് സ്പീക്കർക്ക് എതിരായ അവിശ്വാസം തന്നെയായിരിക്കും. അത് സ്പീക്കർ മാറിയ ശേഷം മാത്രമായിരിക്കും പിന്നീട് സർക്കാരിന്റെ വിശ്വാസം തേടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുക. നിലവിൽ ഇതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് RJD അറിയിക്കുന്നത്. സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും നാടകങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തോട് കൃത്യമായി RJD പ്രതീക്ഷിക്കുന്നില്ല എന്നും പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും കാത്തിരുന്ന് കാണാം എന്ന ഒരു മറുപടിയാണ് RJD കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അതേസമയം നാടകീയമായ നീക്കങ്ങൾക്ക് ഈ സർക്കാർ മാറ്റത്തിന് തൊട്ടു പിന്നാലെ പട്ന വേദിയായിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിലെ പട്നയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്താണ്. ഇവിടെ കഴിഞ്ഞ 7 മണിക്കൂറിലേറെയായി മുൻ മുഖ്യമന്ത്രി RJD അധ്യക്ഷനുമായ ലാലു പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. രാവിലെ 11 മണിക്കാണ് അദ്ദേഹം ED ഓഫീസിൽ എത്തിയത്. റെയിൽവേ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിനായാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം എത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സഹായികളെ അനുവദിക്കണം എന്ന അപേക്ഷ ED പരിഗണിച്ചില്ല. അദ്ദേഹത്തിന്റെ മകൾ മിസ ഭാരതിയും ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും അവരെയും ED ഓഫീസിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് കടുത്ത പ്രതികരണങ്ങൾ മിസ ഭാരതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത്തരത്തിൽ ലാലുവിന്റെ ആരോഗ്യനില പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള പെരുമാറ്റം രാഷ്ട്രീയ വിരോധം തീർക്കലാണ് എന്നും നേരത്തെ തങ്ങളുടെ കുടുംബാംഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ മുഴുവനായും ലക്ഷ്യം വെച്ച് BJP കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ലാലുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുമുള്ള പ്രതികരണം ലാലുവിന്റെ മക്കളുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായി. ചോദ്യം ചെയ്യലിനോട് ലാലു സഹകരിക്കുന്നില്ല എന്നാണ് ED വൃത്തങ്ങൾ അതേസമയം അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത് എന്നും കൂടുതൽ വ്യക്തമായ മറുപടി അദ്ദേഹത്തിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്നുമാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. സർക്കാർ മാറ്റത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ ഇത്തരം നടപടി വലിയ തോതിൽ ഈ RJD പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ബൽറാം നെടുങ്ങാടിയാണ് പാറ്റ്നയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത് റവന്യൂ വകുപ്പ്. ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് മിച്ചഭൂമി കയ്യേറിയതിനാണ് നടപടി. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യു കുഴൽനാടന് ഉടുമ്പൻചോല തഹസീൽദാർ നോട്ടീസ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത്? ഇതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതികരണത്തിന് കുഴൽനാടൻ തയ്യാറായിട്ടുണ്ടോ? വേണു, കഴിഞ്ഞ ശനിയാഴ്ചയാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും അദ്ദേഹത്തിന് ലഭ്യമാകുക. നോട്ടീസ് ലഭിച്ച് 8 ദിവസത്തിനുള്ളിൽ ഹാജരാകണം, തന്റെ വാദം അല്ലെങ്കിൽ തന്റെ വിശദീകരണം നൽകണം എന്നുള്ളതാണ് നിലവിൽ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 ഏക്കർ 23 സെന്റ് സ്ഥലമാണ് മാത്യു കുഴൽനാടൻ ആധാരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 50 സെന്റ് സർക്കാർ അധിക ഭൂമി കണ്ടെത്തുകയും അത് മതിൽ കെട്ടി തിരിച്ച് അവിടെ ഒരു ചെറിയ കെട്ടിടം പോലെ നിർമ്മിച്ചിരിക്കുന്നതും കണ്ടെത്തി. ഇതാണ് അനധികൃത കയ്യേറ്റമായി റവന്യൂ വകുപ്പ് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ മാത്യു വ്യക്തമാക്കുന്നത് താൻ ഭൂമി വാങ്ങിയ സ്ഥലത്ത് സമയത്ത് ഇത് അളന്നു നോക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ സംരക്ഷണ ഭിത്തി മാത്രമാണ് താൻ കെട്ടിയത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയാണ്, അത് കെട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഭൂമി പൂർണ്ണമായി ഇടിഞ്ഞു പോകുന്നു തുടങ്ങിയ വിശദീകരണങ്ങളാണ് മാത്യുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു ഇഞ്ച് പോലും ഭൂമി താൻ കയ്യേറിയിട്ടില്ല എന്ന് മാത്യു വ്യക്തമാക്കുന്നു. പക്ഷേ മറുവശത്ത് ഈ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് റവന്യൂ വകുപ്പ്. CPIM-നെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നേരത്തെ മാത്യു ഉന്നയിച്ച കുറെ ആരോപണങ്ങളുണ്ട്. അതിനൊരു മറുപടി എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ഈ നടപടികൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം. വേണു. ശരി, വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.